ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഒരു ഷോർട്ട് വീഡിയോ ആണ്. 1 മിനിറ്റ് 2 മിനിറ്റ് ലേണിംഗ് എന്നൊക്കെ പറയുന്നത് പോലെ ഒരു 5 സെന്റൻസസ് പറയാം. നിങ്ങൾ സംസാരിക്കുമ്പോൾ ഈ തെറ്റുകൾ ചെയ്യാറുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ആദ്യം ഞാൻ സെന്റൻസസ് പറയാം, പിന്നീട് അത് കറക്റ്റ് ചെയ്തും പറയാം. ചെറിയ തെറ്റുകളാണ്, നോക്കാം. ഫസ്റ്റ് സെന്റൻസ്, പ്ലീസ് സീ മൈ ബുക്ക്. പ്ലീസ് സീ മൈ ബുക്ക്. ഇതെപ്പോഴാണ് നമ്മൾ പറയാം? നമ്മുടെ കയ്യിലൊരു പുതിയ ബുക്ക് ഉണ്ടെന്ന് കരുതുക. അപ്പൊ നമ്മൾ ഫ്രണ്ടിന്റെ അടുത്തോ മറ്റാരുടെങ്കിലും അടുത്ത് കാണിക്കുകയാണ്, ദേ നോക്കിയേ, എന്റെ ബുക്ക് നോക്കിയേ എന്നാണ് പറയുന്നത് അല്ലേ? എങ്ങനെയാ ശരിക്കും പറയാം? പ്ലീസ് സീ മൈ ബുക്ക് എന്നല്ല നമ്മൾ പറയാ, പ്ലീസ് ലുക്ക് ആറ്റ് മൈ ബുക്ക്. പ്ലീസ് ലുക്ക് ആറ്റ് മൈ ബുക്ക്. അപ്പോ ഇനി ഈ തെറ്റില്ലാതെ നമുക്ക് സംസാരിക്കാം. പ്ലീസ് സീ മൈ ബുക്ക് എന്നതിന് പകരം പ്ലീസ് ലുക്ക് അറ്റ് മൈ ബുക്ക്. രണ്ടാമത്തെ സെന്റൻസ് നോക്കാം. ഐ ഫിൽഡ് വാട്ടർ ഇൻ ദ ബക്കറ്റ്. ഐ ഫിൽഡ് വാട്ടർ ഇൻ ദ ബക്കറ്റ്. പറയുമ്പോൾ എന്തോ ഒരു മിസ്റ്റേക്ക് ഉള്ളത് പോലെ അല്ലേ? എന്നാൽ നമുക്ക് ഇങ്ങനെ പറയാം, ഐ ഫിൽഡ് ദ ബക്കറ്റ്. ഐ ഫിൽഡ് ദ ബക്കറ്റ് വിത്ത് വാട്ടർ. I filled the bucket with water. അടുത്ത സെന്റൻസ്, മൂന്നാമത്തെ. I have ordered for a new car. I have ordered for a new car. എന്താ മിസ്റ്റേക്ക്? I have ordered for എന്ന് പറയേണ്ട ആവശ്യമില്ല. I have ordered a new car എന്ന് പറഞ്ഞാൽ മതി. ഈ for പറയാതെ തന്നെ കാര്യം ക്ലിയർ ആണ്. I have ordered a new car. ഇത്തരം സെന്റൻസസ് നമ്മൾ മുൻപ് പഠിച്ചിട്ടുള്ളതാണ്. ഐ ആം ഇൽ സിൻസ് 3 months. ഐ ആം ഇൽ സിൻസ് 3 months എന്ന് നമ്മൾ പറയാറുണ്ടോ? ഇല്ല. പകരം നമ്മൾ പറയുന്നത് ഐ ഹാവ് ബീൻ ഇൽ. ഇനി ഇതൊരു പീരീഡ് ഓഫ് ടൈം അല്ലേ പറയുന്നത്? അവിടെ നമ്മൾ സിൻസ് അല്ല ഫോർ ആണ് യൂസ് ചെയ്യുന്നത്. വളരെ ഡീറ്റെയിൽ ആയിട്ട് മുൻപ് ഇതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഐ ഹാവ് ബീൻ ഇൽ ഫോർ 3 months. 3 മാസമായിട്ട് എനിക്ക് വയ്യ അല്ലേ? അപ്പൊ ഞാൻ പറയുന്നത് ഐ ഹാവ് ബീൻ ഇൽ ഫോർ 3 months. ഐ ഗോ ടു ചർച്ച് വൺസ് ഇൻ എ മന്ത്. മാസത്തിൽ ഒരിക്കലും ഞാൻ പള്ളി പോകാറുണ്ട്. നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു തെറ്റുമില്ല അല്ലെ? നമ്മള് ആവശ്യമുള്ളിടത്തും ഇല്ലാത്തടത്തും ഒക്കെ ഇൻ, ഓൺ, അറ്റ്, ഓഫ് എന്നീ വേർഡ്സ് വെറുതെ യൂസ് ചെയ്യാറുണ്ട് അല്ലെ? ഇവിടെ ശരിക്കും നമ്മൾ എങ്ങനെയാ പറയേണ്ടത്? ഐ go to church once a month. പിന്നെ അവിടെ എന്തിന്റെ ആവശ്യമില്ല? ഇന്നിന്റെ ആവശ്യമില്ല. I go to church once a month. ഇനി ഇതിന്റെ കൂടെ the church എന്ന് പറയുന്നവരുണ്ട്. I go to the church. അങ്ങനെ പറയാം. നമ്മൾ മുൻപ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പ്രൈമറി പേർപ്പസിനാണ് പോകുന്നതെങ്കിൽ അവിടെ the ചേർത്ത് പറയേണ്ട കാര്യമില്ല. പ്രൈമറി പേർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പള്ളി പോകുന്നത് പ്രാർത്ഥിക്കാനാണ്. അതാണ് ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പ്രൈമറി പേർപ്പസ്. അതുകൊണ്ട് തന്നെ ഐ ഗോ ടു ചേർച്ച് എന്ന് പറഞ്ഞാൽ മതി. ഇനി ദ ചേർച്ച് എന്ന് പറയുന്നത് മറ്റെന്തെങ്കിലും ആവശ്യത്തിന് അവിടെ പോകുമ്പോഴാണ്. അപ്പോ ഐ ഗോ ടു ചേർച്ച് വൺസ് ഇൻ എ മന്ത് അല്ല, ഐ ഗോ ടു ചേർച്ച് വൺസ് എ മന്ത്. അപ്പൊ നമ്മൾ ഇന്ന് വീഡിയോയില് വളരെ ചെറുതെന്ന് പറഞ്ഞാൽ ചെറുതായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഡിസ്കസ് ചെയ്തത്. അതും ഒരുപാട് സെന്റൻസസ് പറയുന്നില്ല. കുറെ സെന്റൻസസ് പറയും തോറും കൺഫ്യൂഷൻസ് കൂടും. 5 സെന്റൻസസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതുപോലെ മറ്റൊരു വീഡിയോയിൽ കാണാം. പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.